വൈസ്റ്റോൺ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നും അത് ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്? What is present perfect tense എന്ന് നമുക്ക് നോക്കാം. It is used to express an action which is started in the sometime in the past and still continuing. അതായത് കഴിഞ്ഞ കാലത്ത്, അതായത് ഭൂതകാലത്ത് ഏതോ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ടിവിറ്റി, പണ്ടെപ്പോഴോ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ടിവിറ്റി അത് സ്റ്റിൽ കണ്ടിന്യൂ ആണ്. അതായത് അന്ന് തുടങ്ങിയ കാലം മുതൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി സ്റ്റിൽ ഇപ്പൊ ഈ സംസാരിക്കുന്ന സമയത്തും ആ കാര്യം, ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം ആക്ടിവിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹാവ്, ഹാസ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹാവ്, ഹാസ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ing ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാവും ഹാസിന്റെയും കൂട്ടത്തില് ബീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തില് ing ഫോം ഓഫ് ദ വെർബും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഒരു സെന്റൻസ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, മനു ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ഇംഗ്ലീഷ് ടീച്ചർ ഫോർ 2 years. മനു ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ഇംഗ്ലീഷ് ടീച്ചർ ഫോർ 2 years. മനു കഴിഞ്ഞ ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. മനു ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ഇംഗ്ലീഷ് ടീച്ചർ ഫോർ 2 years. കഴിഞ്ഞ 2 വർഷമായിട്ട്, 2 വർഷം മുമ്പ് മുതൽ അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി. സ്റ്റിൽ ഈ സംസാരിക്കുന്ന സമയത്തും അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനാണ്. ആ പ്രോസസ്സ്, ആ വർക്ക് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ രീതിയിൽ പറയില്ല, ഇപ്പം ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ Wipro Technologies as a software engineer. I have been working as a software engineer in Wipro for the last 2 years. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ വിപ്രോയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഒരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിൽ ഈ ഒരു ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. അതുപോലെ നമുക്ക് വരുന്ന ഇപ്പൊ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡൗട്ടാണ്, എവിടെയാണ് ഹാവ് യൂസ് ചെയ്യുക, ഹാസ് യൂസ് ചെയ്യാന്ന്. നമ്മൾ ഹാവും ഹാസും ഹാഡും ഒക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോഴും ഹാവും ഹാസും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കാം, ഹാസ് ഉപയോഗിക്കുകയും, അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും, ഹാവ് യൂസ് ചെയ്യുകയും ചെയ്യും. സിംഗുലർ ആണെങ്കിൽ ഹാസും, പ്ലൂറൽ ആണെങ്കിൽ ഹാവുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ, യു, വി, ദേ ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്ത് പറയും, ഐ ഹാവ്, യു ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ എന്ത് യൂസ് ചെയ്യും, ഹാസ് യൂസ് ചെയ്യും. ഇറ്റ് ഹാസ് ബീൻ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെ ഹി ഹാസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ആ ഡൗട്ട് നമുക്ക് ഹാവ് ഹാസ് സ്റ്റിൽ ആ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാവ് ഹാസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടായിരുന്നു മുമ്പിൽ, അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡൗട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഓൺ ദ കമന്റ് ബോക്സ്. അതുപോലെ തന്നെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാളാണ് പക്ഷെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ.